കാറ്റത്തേക്കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷ് നിധിക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഡ്രസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഇത് സർപ്രൈസ് അല്ലേ, ഈ ഗിഫ്റ്റ് എങ്ങനെ കൊടുക്കുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നികേഷ് പറയുന്നത്, ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, കണ്ണടച്ചിട്ട് നിധിയേട്ടത്തിയോട് പറഞ്ഞാൽ മതി, ഇതേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഗിഫ്റ്റാണ്, നീ ഇത് വാങ്ങിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അത് ശരിയാവുമെന്ന്. ആ ശരിയാവും, ഒരു കാര്യം ചെയ്യേ, അതൊന്ന് റിഹേഴ്സൽ ചെയ്ത് കാണിക്കാൻ പറയാണ്. അങ്ങനെ സുധീഷ് കണ്ണടച്ചുകൊണ്ട് തന്നെ ആ ഒരു ഗിഫ്റ്റ് കയ്യിലേക്ക് പിടിച്ച് നീട്ടിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകമായി വാങ്ങിച്ച സ്പെഷ്യൽ ഗിഫ്റ്റാണ്, ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ നിധിക്ക് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ കൈ നീട്ടുകയാണ്. എന്നാൽ ഈ സമയത്തായിരിക്കട്ടെ ഭാസ്കരൻ കുളിക്കാൻ വേണ്ടി പോവാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരൻ നോക്കുമ്പോൾ ആഹാ കൊള്ളാമല്ലോ, തനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഈ ഗിഫ്റ്റ് സുധീഷ് തൻ്റെ നേർക്ക് നീട്ടുന്നത് എന്ന് ഭാസ്കരൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. കൊള്ളാമല്ലോ, തനിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഓ, കല്യാണം കഴിഞ്ഞപ്പോൾ ഇവനാളെ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാണ് ഭാസ്കരൻ. അന്നേരം ഭാസ്കരൻ അത് വാങ്ങിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്തിന് സുധീഷ് പറയുന്നത്, അതെ ഇപ്പോൾ തരില്ല, പിന്നെ നീ വാങ്ങിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ കണ്ണടച്ച് പറയാണ്. അന്നേരം ഓ അങ്ങനെയാണോ, ഇപ്പോൾ തുറന്നു നോക്കൊന്നും ചെയ്യരുത്, പിന്നെ തുറന്നു നോക്കിയാൽ മതി എന്ന് പറയും. ഭാസ്കരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് എടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് അവിടെ നിന്നും പോവാണ്. ഈ സമയത്തന്നെ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നികേഷിനോടായിട്ട് സുധീഷ് പറയുന്നുണ്ട്, എടാ എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്, കൊള്ളാമോ എന്ന് ചോദിക്കും. കൊള്ളാം, ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാണ് നികേഷ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് സുധീഷ് ആണെങ്കിൽ അകത്തേക്ക് കയറി ചെന്ന് കൊടുത്തതിന് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റ് നേരെ നിധിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. നിധിയാണെങ്കിൽ നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്താലോ, അല്ലെങ്കിൽ വേണ്ട, നാളത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സുധീഷ് പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം, അപ്പോൾ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ് ഇൻ്റർവ്യൂ, ഉറപ്പായിട്ടും നിനക്ക് ഈ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രതീക്ഷയിലായിരിക്കട്ടോ നിധിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. തനിക്ക് ജോലി കിട്ടുമല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഉറപ്പായിട്ടും തനിക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ജോലി കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും റൂമെടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിധിയുടെ മനസ്സിൽ. ആ സമയത്താണ് സുധീഷ് ആ ഒരു ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഗിഫ്റ്റ് ഏതായാലും സുധീഷ് ഇപ്പം നിധിക്ക് കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഗിഫ്റ്റ് മേശപ്പുറത്തങ്ങ് വെക്കുകയാണ്. അന്നേരം സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വന്ന് സുധീഷിനോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഭാസ്കരൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. ഭാസ്കരൻ കുളി കഴിഞ്ഞ് ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് വരികയാണ്. ആ കോലം കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ഇത്, അച്ഛൻ എന്താ ഇങ്ങനെ ഈ വേഷത്തിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്, മുൻപത്തെ പോലെയല്ല, അറിയാലോ ഇവിടെ ഒരു പെണ്ണുള്ളതാണെന്നൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ അച്ഛന് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്തിന് നികേഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ നിന്ന് തന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വന്നാലെന്താ, ഓ ഒരു സ്റ്റീൽ ബോഡി കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. സുധീഷ് പറയുന്നത്, ആ എത്ര പറഞ്ഞാലും അതങ്ങ് മനസ്സിലാവില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഭാസ്കരൻ അങ്ങ് ദേഷ്യം വരാണ്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ആ ബാത്റൂമിൽ പോയി കുളിക്കുന്നത് തന്നെ മഹാഭാഗ്യം, അതിൻ്റെ അകത്താണെങ്കിൽ ഒന്ന് തിരിയാൻ പോലും സ്ഥലമില്ലല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ തുണിയും മാറാൻ നിന്നാലുണ്ടല്ലോ എൻ്റെ കൈയും കാലൊക്കെ അതിലെടുക്കും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ സുഭാഷ് പറഞ്ഞിട്ട്, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് പോയിട്ട് ആ ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് വരാമോ എന്ന് ചോദിക്കണേ. അന്നേരം ഭാസ്കരൻ നോക്കിയപ്പോൾ അവിടെ ആ ഒരു കവർ ഇരിക്കുന്നത് കണ്ടു. തനിക്ക് വേണ്ടി തൻ്റെ മകൻ സുധീഷ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഗിഫ്റ്റല്ലേ, അത് തന്നെ ഇട്ടേക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു നിധിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് കവറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് ഭാസ്കരൻ. പക്ഷേ ഈ കാര്യമൊന്നും തന്നെ സുധീഷ് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതേ സമയത്തിന് നിധിയോട് സുഭാഷ് പറയുന്നുണ്ട്, അതെ കഴിക്കുന്നില്ലേ, കഴിക്കാൻ വരാൻ പറയും. അന്നേരം നിധി പറഞ്ഞിട്ട്, സുഭാഷ് ഏട്ടാ ഞാനിപ്പോൾ കഴിക്കാൻ വരാം, നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഉറപ്പായിട്ടും എനിക്ക് ആ ജോലി വേണം, ജോലിയില്ലാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ നിധി സങ്കടത്തോടെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സുധീഷ് ഓർക്കുന്നത്, അവൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്താലോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഗിഫ്റ്റ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റിൻ്റെ പൊതിയൊന്നും അവിടെ കാണുന്നില്ല. താൻ ഇവിടെ വെച്ചതാണല്ലോ ആ ഒരു ബോക്സ്, ഇതിവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുഭാഷിനെ വിളിച്ച് ചോദിക്കുകയാണ്, ചേട്ടാ ഞാൻ ഇവിടെ ഒരു കവർ വെച്ചിരുന്നു, അത് ഏട്ടൻ കണ്ടോ എന്ന് ചോദിക്കും. കവറോ, എന്തിൻ്റെ കവറ്, ഞാനൊന്നും എടുത്തില്ല എന്ന് പറയാണ്. നികേഷിനോട് ചോദിച്ചപ്പോൾ നികേഷും പറയുന്നുണ്ട് ഞാനും എടുത്തിട്ടില്ല എന്ന്. പിന്നെ അത് എവിടെ പോയി, അവിടെയൊക്കെ നോക്കുന്ന സമയത്തിന് അവിടെ ഒന്നും അത് കാണുന്നില്ല. അന്നേരമാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരനെ പെട്ടെന്ന് കണ്ട സമയത്തിന് നികേഷും നിധിയുമൊക്കെ അവിടെ തന്നെ തലയും കുത്തി കിടന്നങ്ങ് ചിരിക്കാൻ തുടങ്ങി.
കാരണം നിധിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു നൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഭാസ്കരൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭാസ്കരൻ വന്ന് ചോദിക്കുന്നുണ്ട്, എടാ ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിക്കും. ആ സമയം തന്നെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ ഇത്, എന്തൊക്കെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ എൻ്റെ മകൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഗിഫ്റ്റായത് എന്ന് പറയും. സുധീഷ് എനിക്ക് വാങ്ങിച്ചു തന്നതാ എന്ന് പറയുന്ന സമയത്തിന് സുധീഷ് പെട്ടെന്ന് ചോദിക്കുന്നത്, അച്ഛൻ എന്താ ഈ ചെയ്തത്, അച്ഛൻ ഇത് എടുത്തിട്ടോ എന്ന് ചോദിക്കും. പിന്നല്ലാതെ നീ എനിക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതല്ലേ ഇത്, അപ്പോൾ പിന്നെ എനിക്ക് ഇത് ഇടാതിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നിധി ചിരിക്കാണ്. നിധി പറയുന്നുണ്ട്, എന്തായാലും സൂപ്പറായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറയും. എടാ കണ്ടില്ലേടാ എൻ്റെ മരുമകൾ പറഞ്ഞത്, എനിക്കിത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന്, ഞാൻ നല്ല ക്യൂട്ടാണെന്ന്. ഓ ഞാൻ രക്ഷപ്പെട്ടു, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാൾ എന്നോട് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് അങ്ങ് ദേഷ്യം വരികയാണ്. സുധീഷ് പറയുന്നുണ്ട്, അച്ഛൻ ഇത് എന്ത് പരിപാടിയായി കാണിച്ചത്, എടാ നീ ഇത് എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നതല്ലേ. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ഇതേ ഏട്ടത്തമ്മക്ക് വേണ്ടിയിട്ട് ഏട്ടൻ വാങ്ങിച്ചതാണെന്ന് പറയും. ആർക്ക്, നിധിക്ക് വേണ്ടിയിട്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധി അങ്ങ് ചിരിക്കുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ അച്ഛൻ തന്നെ അത് എടുത്തോളാൻ പറയും. ആ സമയം സുധീഷ് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇത് ഊരി കൊടുക്കാൻ നോക്ക്. നിധി പറഞ്ഞ്, വേണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാറില്ല. ഇത് ഏറ്റവും കറക്റ്റ് സൈസ്, ഏറ്റവും പാകമായിട്ടുള്ളത് അച്ഛനാണ്, അതുകൊണ്ട് അച്ഛൻ തന്നെ ഉപയോഗിച്ചോട്ടെ, എനിക്കിത് വലിപ്പം കൂടുതലായിരിക്കും എന്നൊക്കെ പറയാണ് നിധി. സുധീഷിന് ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നിധിയും നികേഷും കൂടിയാണെങ്കിലോ ഭാസ്കരൻ്റെ ഈ ഒരു വേഷം കണ്ടിട്ട് ഭയങ്കര ചിരിയായിരിക്കും. നിധി പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇത്ര വലിപ്പമുള്ള ആവശ്യമൊന്നും എനിക്കില്ല, ഇത് അച്ഛനാണ് കറക്റ്റ് സൈസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഭാസ്കരൻ പറയും, എൻ്റെ മരുമകൾ പറഞ്ഞത് കേട്ടോ, കാര്യങ്ങളൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് ഏതായാലും ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇതെനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഭാസ്കരൻ അവിടെ നിന്നങ്ങ് കയറി പോവുകയാണ്. സുധീഷിനെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തിന് സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നിധിയോട് പറഞ്ഞിട്ട്, നിധി ഇത്തിരി വലിയത് വേണമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനത് വലിയ നൈറ്റ് സ്യൂട്ടൊക്കെ വാങ്ങിച്ചത്. നിധി പറയുന്നുണ്ട്, എന്തിന് സുധീഷേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധീഷിന് എന്നോട് ദേഷ്യം തോന്നും. ദേഷ്യം തോന്നാനോ, അത് നിധിയോട് എനിക്കോ? എനിക്ക് ദേഷ്യമൊന്നും തോന്നില്ല, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. നിധി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്തു തരാമെന്നിങ്ങനെ സുധീഷ് പറയുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, അതെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ മുടക്കേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ടിയിട്ട് സുധീഷ് ഒന്നും വാങ്ങിച്ചു തരേണ്ട കാര്യമില്ല എന്ന് പറയണേ നിധി. സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും, വേണ്ട സുധീഷേ, സുധീഷിൻ്റെ കയ്യിൽ നിന്നും പൈസ ഇല്ല എന്ന കാര്യമൊക്കെ എനിക്കറിയാം, എനിക്ക് വേണ്ടിയിട്ട് പൈസയൊന്നും ചിലവാക്കണ്ട, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിച്ചോളാം. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമല്ലോ, ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോളാം എന്ന് പറയാണ് നിധി. വെറുതെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വാങ്ങിച്ചിട്ടൊന്നും മുടക്കി കളയേണ്ട കാര്യമില്ല, അതൊക്കെ സ്വരൂപിച്ച് വെക്കണമെന്നും പറഞ്ഞു കൊടുക്കുകയാണ്. സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ പറയുന്നത് തെറ്റായിട്ടൊന്നും തോന്നരുത്, സുധീഷിൻ്റെ നന്മയെ കരുതിയിട്ട് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ നാളത്തെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് പിന്നെ നാളത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട നിധി. നിധി പറയുന്നുണ്ട്, ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തോളാം, സുധീഷ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ട് പൈസയൊന്നും കളയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി അവിടെ നിന്നങ്ങ് പോവാണ്. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം നിധിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയതായിരുന്നു, വാങ്ങിയ 2 എണ്ണം അങ്ങ് ഫ്ലോപ്പായി പോയി. ആദ്യം ഒരു നൈറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു, അതാണെങ്കിൽ നിധി ഇടാറില്ലെന്ന് പറഞ്ഞു. പിന്നീട് മാഡം പറഞ്ഞതനുസരിച്ച് നൈറ്റ് സ്യൂട്ട് വാങ്ങിച്ചു കൊടുത്തപ്പോഴേക്കും അതും അങ്ങ് ഫ്ലോപ്പായി പോയി, അതുകൊണ്ടൊന്നും തന്നെ പ്രയോജനമുണ്ടായില്ല. എന്ത് ചെയ്യാൻ പറ്റും, സാരമില്ല, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ സുധീഷ് സ്വയം അങ്ങ് സമാധാനിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുഭാഷാണെങ്കിൽ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് അടുക്കളയിൽ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ആ സമയത്തിന് സുഭാഷിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിധിയും കൂടെ ഉണ്ടായിരുന്നു. പൊടികളൊക്കെ ടിന്നിനകത്ത് ഇട്ട് വെക്കാൻ സഹായിക്കുകയാണ്. ആ സമയത്തിന് നികേഷും സുധീഷും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നികേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധീഷ് വാ തോരാതെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുനന്ദ അങ്ങോട്ടേക്ക് കയറി വന്നു. സുനന്ദയാണെങ്കിൽ നിധി എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും വിളിച്ചുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് വരുന്നത്. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല ഇത്ര ദിവസം സുഭാഷേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നിരുന്ന ആളാ ഇപ്പം പെട്ടെന്ന് ഇത് എന്ത് സംഭവിച്ചു, ഇതെന്തൊരു മാറ്റമാണെന്ന് നോക്കിക്കേ. നിധിയെടുത്തി വിളിച്ചുകൊണ്ട് വരുന്നു. അതെ, ഞാനും നിധിയും തമ്മിൽ ഇപ്പോൾ നല്ല ഫ്രണ്ട്സാണെന്ന് പറയാണ്.
ഇനിയിപ്പോൾ ഞാൻ നിധിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണല്ലോ എന്നൊക്കെ പറയാണ്. അല്ലേ നിധി എന്ന് ചോദിക്കാണ് സുനന്ദ. അത് കേട്ടപ്പോൾ ആ അതേ എന്ന് പറയാണ് കേട്ടോ നിധി. ആ സമയം തന്നെ സുധീഷ് പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റു. സുധീഷിൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ തോന്നി. സുധീഷ് മുറിക്കകത്തേക്ക് വന്നു. നിധിക്ക് വേണ്ടിയിട്ട് 2 നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നൈറ്റി എടുത്തു. അത് അവൾക്ക് കൊടുക്കാം, സുനന്ദക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. നിധിക്ക് വേണ്ടിയിട്ട് താൻ വാങ്ങിച്ച നൈറ്റ് ഏതായാലും നിധിക്ക് വേണ്ട, എന്നാൽ പിന്നെ അത് സുനന്ദക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിക്കാണ് സുധീഷ്. സുധീഷ് അത് നിധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് സുനന്ദക്ക് കൊടുക്കാൻ പറയും. ഇതെന്താ തുറന്നു നോക്കാൻ പറയാണ്. ഇതെന്താ നൈറ്റിയാണോ എനിക്ക്? അതെ, ഇത് സുഭാഷ് ഏട്ടന് സുനന്ദക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറയും. അപ്പോഴേക്കും സുനന്ദക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് വേണ്ടിയിട്ടോ? അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് ഇത് വാങ്ങിച്ചത് എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിധി അങ്ങ് ചിരിക്കാണ്. നിധിക്കും നികേഷിനും എല്ലാവർക്കും കാര്യം മനസ്സിലായി. സുനന്ദക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സത്യമാണോ ഈ പറയുന്നതെന്ന്? ദൈവമേ, എനിക്ക് ഇതുവരെയായിട്ടും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്ക് വാങ്ങിത്തരുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടായിരിക്കും സുനന്ദ. അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ സുനന്ദ വേഗം ആ ഒരു നൈറ്റിയുമായിട്ട് നേരെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. സുഭാഷ് ദേഷ്യം വന്ന് ചാടി എഴുന്നേറ്റ് സുധീഷിന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്ത് പരിപാടിയായി കാണിച്ചത്? അവൾ ഇനി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നമുണ്ടാവുമെന്നറിയോ? എന്ത് പ്രശ്നമുണ്ടാവാനായിട്ടാണ്? എടാ ഞാനാണത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതെങ്ങാനും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? പിന്നെ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ പോലും സുഭാഷ് ഏട്ടൻ അത് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അന്നേരം സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്? സുഭാഷ് പറഞ്ഞത്, അതെ ഞാൻ നോക്കിയപ്പോൾ നിധിക്ക് ഏതായാലും അത് പാകമില്ല, അതുകൊണ്ടാണ് അത് സുനന്ദക്ക് കൊടുത്തത് എന്ന് പറയും. നികേഷും നിധിയും കൂടെ അങ്ങ് ചിരിക്കാണ്. സുഭാഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ദൈവമേ, എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ പെടുത്തുകയാണല്ലോ എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിന്റെ മനസ്സിൽ. പിറ്റേന്ന് രാവിലെ തന്നെ നിധി എഴുന്നേറ്റ് ഇന്റർവ്യൂ ഉള്ള ദിവസമല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനായിരിക്കും. അങ്ങനെ സുഭാഷ് ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഭാഷിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ നിധി പറഞ്ഞിട്ട്, സുഭാഷ് ഏട്ടാ ഇന്ന് ഇന്റർവ്യൂവിന് പോകണമെന്ന് പറയും. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട്, അതിനെന്താ പോയിട്ട് വരാൻ പറയാണ്. അപ്പോഴേക്കും നിധി സുഭാഷിനെ ഒന്ന് നോക്കി. ആ സമയത്തിന് സുധീഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയം നിധി ചോദിച്ചു, അല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ കമ്പനി എന്നല്ലേ പറഞ്ഞത്? എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയോ? സുഭാഷിന് ഒന്നും തന്നെ മനസ്സിലായില്ല. ആ സമയം സുധീഷ് കയ്യും കാലും അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സുഭാഷിന് എന്താ കാര്യമെന്നും മനസ്സിലായില്ല. അല്ല എനിക്ക് ജോലി കിട്ടുമോ? ഉറപ്പായിട്ടും. സുഭാഷ് പറയുന്നുണ്ട്, അത് പിന്നെ ഇന്റർവ്യൂവിന് ചെന്നാലല്ലേ അറിയുള്ളൂ നിധി. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് മനസ്സിലായില്ലേ ആരുടെ കമ്പനിയാണെന്ന്? സുഭാഷ് ഏട്ടന്റെ ഫ്രണ്ടിന്റെ കമ്പനി. ആ കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സുഭാഷ് ഏട്ടനല്ലേ പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് അതെന്താ മറന്നുപോയോ എന്നങ്ങ് ചോദിക്കാണ് സുധീഷ്. സുഭാഷിന് അപ്പോഴാണ് കാര്യം മനസ്സിലായി. സുധീഷ് എന്തോ ഒരു ഉടായ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. സുധീഷ് എന്തോ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സുഭാഷിന് മറ്റു നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു. സുധീഷ് പറയുന്നതിനൊക്കെ തലയാട്ടി കൊടുക്കല്ലാതെ സുഭാഷിന് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. അന്നേരം നിധി പറഞ്ഞത്, എനിക്കിപ്പോൾ ഒത്തിരി പ്രതീക്ഷയായി ഈ ജോലി. ഇന്റർവ്യൂവിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ജോലി കിട്ടുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്. കാരണം സുഭാഷ് ഏട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ ഉറപ്പായിട്ടും എനിക്കിത് കിട്ടുമായിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കാണ്. സുഭാഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. സുധീഷ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാണ് സുഭാഷ്. അപ്പോൾ സുധീഷ് പറഞ്ഞിട്ട്, ഉറപ്പായിട്ടും നീ ഇന്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നിനക്ക് ഈ ജോലി എന്തായാലും കിട്ടുമെന്ന് പറയും. എന്നാൽ ശരി സുഭാഷ് ഏട്ടാ, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നിധി അവിടെ നിന്ന് അങ്ങ് കയറി പോവാണ്. അപ്പോഴേക്കും സുഭാഷിന് നല്ല ദേഷ്യം വന്നിട്ട് സുധീഷിനോട് അങ്ങ് രൂക്ഷമായി നോക്കാട്ടോ. സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ പ്ലീസ്, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് പറയും. എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ അവളെ കൊണ്ടുപോയി നടത്തണം, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് സംശയം തോന്നും, അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ പറയാണ്. സുഭാഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുന്നുണ്ടാവില്ല. ഇതേ സമയത്തന്നെ സുധീഷ് ഓർത്തു, എങ്ങനെയെങ്കിലും ഇന്റർവ്യൂ ഒന്ന് കഴിയുവാണെങ്കിൽ അവളോട് കള്ളത്തരം പറയാം, ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ സുഭാഷിന് നല്ല ടെൻഷനായിരുന്നു. ആ സമയത്തിന് റെഡിയാവാൻ പോയ നിധിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ബാത്റൂമിന്റെ അവിടെ നിന്നായിരിക്കും കരച്ചിൽ കേൾക്കുന്നത്. സുധീഷും സുഭാഷും കൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എന്താണെന്നറിയില്ല. അപ്പോഴേക്കും നിധി പതുക്കെ കഥകൊക്കെ തുറന്നങ്ങോട്ടേക്ക് ഇറങ്ങി വരാണ്. എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധീഷ് ആകെപ്പാട് ടെൻഷനോട് കൂടിയായിരിക്കും. അന്നേരം തന്നെ നിധി പറഞ്ഞു, അതെ ഞാനൊന്ന് തെന്നി വീണു, ബാത്റൂമിൽ ഞാനൊന്ന് തെന്നി വീണു എന്ന് പറയാണ്. സുഭാഷ് ചോദിക്കുന്നത്, ബാത്റൂമിൽ എന്തിനു വഴുക്കലുണ്ടോ എന്ന് ചോദിക്കും. അത് പിന്നെ അവിടെ സോപ്പ് കിടപ്പുന്നുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല.
അപ്പോൾ സോപ്പിൽ ചവിട്ടി അങ്ങ് തെന്നി വീണതാണെന്ന് പറയും. അന്നേരം ഭാസ്കരൻ കുളിക്കാൻ കയറിയ സമയത്തിന് സോപ്പ് താഴെ വീണിരുന്നു. ഭാസ്കരനാണെങ്കിൽ അതങ്ങ് എടുത്ത് മേലേക്ക് വെച്ചതുമില്ല. നിധി ഏതായാലും ആ സോപ്പിൽ ചവിട്ടി വീഴുകയാണ് ബാത്റൂമിൽ. പെട്ടെന്ന് തന്നെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ എന്തെങ്കിലും പറ്റിയോ? താഴേക്ക് വീണിട്ട് നിനക്ക് വല്ല പ്രശ്നവും വല്ലതുമുണ്ടോ എന്ന് ചോദിക്കും. ഏയ് അത്രയൊന്നും സംഭവിച്ചില്ല, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാമെന്നും പറയാണ്. അങ്ങനെ നിധി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഈ അച്ഛൻ്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും അങ്ങ് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. അങ്ങനെ സോപ്പ് മേലേക്ക് എടുത്തു വെക്കും. സുധീഷ് പറയുന്നുണ്ട്, അച്ഛൻ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഏട്ടാ. സുഭാഷ് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് ഒന്നും ചോദിക്കാനും പറയാനൊന്നും പോവണ്ട. എടാ, എനിക്കതിനേക്കാൾ ടെൻഷൻ എന്താണെന്ന് അറിയാമോ? നിന്റെ കാര്യം ഓർത്തിട്ടാണ്. ഇപ്പൊ നീ ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് അവളോട് നുണ പറഞ്ഞ് അവിടെ നിന്നും കൊണ്ടുപോയിട്ട് ആ ജോലി കിട്ടിയില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിനക്കറിയാമോ? അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഓർക്കാം. അതിനെക്കുറിച്ചൊന്നും സുഭാഷേട്ടൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ് സുധീഷ്. എടാ, അവളോട് നീ ഈ കള്ളത്തരമല്ലേ മുഴുവൻ പറയുന്നത്? ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? സുഭാഷേട്ടാ, ഈ ഒരു ടെൻഷൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതി, ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാമെന്ന് പറയാണ് സുധീഷ്. എൻ്റെ ഫ്രണ്ടിന്റെ കമ്പനിയിലേക്കല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്? പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ജോലി ശരിയായില്ല എന്ന്. അവർക്ക് വേറെ ആളെ കിട്ടി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞോളാമെന്ന് പറയും. സുധീഷ് അങ്ങനെ അവിടെ നിന്നും പോവാണ്. അങ്ങനെ അന്ന് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കാണ്. നിധിയോടായിട്ട് നികേഷ് പറയുന്നുണ്ട്, ഇന്ന് നിധിയെടുത്ത് ഇന്റർവ്യൂവിന് പോവുകയല്ലേ, ജോലി കിട്ടുമ്പോൾ ചിലവുണ്ടെന്നൊക്കെ പറയും. നിധി പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ചിലവ് ചെയ്യാലോ എന്ന് പറയണേ. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഒരു സ്കൂട്ടറൊക്കെ എടുക്കണം കേട്ടോ. അതിനെന്താ, അല്ല ഡെയിലി വന്നു പോവാൻ എളുപ്പമുണ്ടല്ലോ എന്ന് പറയും. അത് കേട്ടപ്പോൾ സുധീഷിന് വല്ലാത്തൊരു ഞെട്ടൽ. സുഭാഷ് ദയനീയമായിട്ട് സുധീഷിനെ എങ്ങനെ നോക്കുകയാണ്. അന്നേരം നിധി പറഞ്ഞു, എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ജോലി എന്ന് പറഞ്ഞാൽ. മാത്രവുമല്ല കുഞ്ഞുനാൾ മുതൽ തന്നെ ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഇത്തിരി മാറി എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട്ടുകാരൊന്നും അതിനൊന്നും തന്നെ എന്നെ സമ്മതിച്ചില്ല. നല്ല നല്ല കോളേജുകൾ വേറെയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും ഒന്നും തന്നെ അതിന് സമ്മതിച്ചില്ല. അവർക്ക് കല്യാണം നടത്തിയാൽ മാത്രം മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങളൊക്കെ ലക്കല്ലേ. ഒന്ന് ഓർത്തു നോക്കിയേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതിന് ചേച്ചിക്ക് എളുപ്പമല്ലേ. തക്കലയും തിരുവനന്തപുരവും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ലല്ലോ. തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാമായിരുന്നു എന്നൊക്കെ പറയാണ്. തിരുവനന്തപുരത്തൊക്കെ വന്ന് പഠിക്കാം, പക്ഷേ അതൊന്നുമല്ല, എനിക്ക് കുറേയധികം ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് പറയും. ആ സമയത്തിന് ഹരീഷിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ല ഹരീഷേ, നീ ഏത് കോളേജിലാണ് പഠിച്ചത് എന്ന് ചോദിക്കാണ്. തിരുവനന്തപുരത്ത് നീ ഏത് കോളേജിലാണ് പഠിച്ചത് എന്ന് ചോദിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ഹരീഷിനെ പെട്ടെന്നങ്ങ് വിക്കി. ഹരീഷ് കോളേജിൽ അങ്ങനെ പഠിക്കാൻ പോലും പോയിട്ടില്ലല്ലോ. പക്ഷേ എങ്കിലും സുധീഷ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയല്ലേ. ആ സമയത്തിന് നിധി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ലക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് പഠിച്ച് ഇവിടെ തന്നെ ജോലി കിട്ടുക എന്ന് പറഞ്ഞ. സുഭാഷ് ഏട്ടന് ഇവിടെ പഠിച്ചിട്ട് ആർക്കിടെക്റ്റായി ഇവിടെ തന്നെ ജോലി കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഹരീഷിനാണെങ്കിലും എല്ലാവർക്കും ഓരോ ജോലിയൊക്കെ ആയില്ലേ. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ സമയത്തിന് നികേഷ് അമ്പരപ്പോട് കൂടത്തിന് സുധീഷിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന രീതിയിൽ. പിന്നീട് നിധി കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇത്തിരി കൂടി കഴിച്ചിട്ട് മോളെ എന്ന്. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ, എനിക്ക് മതി സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് നിധി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആ സമയത്തന്നെ ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തൊക്കെ കള്ളത്തരങ്ങളാടാ ആ കൊച്ചിനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? എന്തൊക്കെ പൊട്ടതരാടാ നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. ആ സമയത്തിന് സുധീഷ് പറയുന്നുണ്ട്, അതെ ചില കള്ളത്തരങ്ങളൊക്കെ പറയേണ്ടി വന്നു. ആ സമയം നികേഷ് പറഞ്ഞിട്ട്, കൊള്ളാം, അത് ചെറിയ കള്ളത്തരമൊന്നുമല്ലല്ലോ എന്ന് പറയാണ്. സുഭാഷ് പറയുന്നത്, ഞാൻ ആർക്കിടെക്റ്റ് ആണെന്ന് പോലും, ഹരീഷ് കോളേജിൽ പോയിട്ടുണ്ടെന്ന് പോലും. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല ഞാനിപ്പോൾ കോളേജിൽ പഠിക്കാൻ പോകുന്ന, ഇനി ഞാൻ വല്ല IAS അല്ലെങ്കിൽ IPS വല്ല അല്ലെങ്കിൽ വേറെ വല്ലതിനും പ്രിപ്പയർ ചെയ്യാൻ പോവാണോ, അങ്ങനെ വല്ലതും സുധീഷേട്ടൻ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാണ്. ഏയ് ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു സമാധാനം എന്നൊക്കെ പറയാട്ടോ. ഇത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞിട്ട്, ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, എല്ലാ കള്ളത്തരങ്ങളും ഒരു ദിവസം പൊളിയുന്ന ദിവസം വരും. കണ്ടോ, അന്ന് നിധി മിക്കവാറും ഈ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. നിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അതിന് ഇനി അധികം നാൾ തന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ് ഹരീഷ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുധീഷിന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ വിളിക്കാണ്. അന്നേരം ഇന്റർവ്യൂവിന് നിധിയെ കൂട്ടിക്കൊണ്ടു പോവാമെന്നും പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഫേക്കായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തി വിടണം. അച്ഛന്റെ കമ്പനിയാണ്. അപ്പോൾ ഇന്നല്ലേ ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിളിച്ചിട്ടാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. ഒടുവിൽ സുധീഷിന് ആകെ ടെൻഷനായി. പിന്നീട് സുധീഷ് ഒരു വോയിസ് മെസ്സേജ് അയക്കാണ്. എടാ നീ എന്താ കോൾ എടുക്കാത്തത്? ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ്. എടാ ഈ മെസ്സേജ് കാണുമ്പോൾ എനിക്ക് നീ റിപ്ലൈ തരണം. പക്ഷേ മെസ്സേജ് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഡെലിവറി പോലും ആയിട്ടില്ലല്ലോ.
അവൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ സുധീഷ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധി വന്ന് സുധീഷിനോട് ചോദിച്ചു, അല്ല ടൈം ആയില്ലേ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാണ്. സുഭാഷും നികേഷും കൂടി അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് അവരോട് രണ്ടുപേരോടും പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങാൻ തുടങ്ങാണ്. ആ സമയത്ത് സുഭാഷ് സുധീഷിനെ നോക്കി. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, അല്ല നമുക്ക് ബൈക്കിൽ പോയാൽ പോരെ എന്ന് ചോദിക്കാണ്. അതിനെന്താ, അല്ല കാർ ഞാൻ സർവീസിന് കൊടുത്തേക്കുക, നമുക്ക് ബൈക്കിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ കള്ളത്തരം പറയും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി വിശ്വസിച്ച്. നിധിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തന്നെ തോന്നിയില്ല. അങ്ങനെ സുധീഷാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടിയായിരിക്കും. ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ അവനാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ലല്ലോ. ഇവളാണെങ്കിൽ ഇതേ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഡിയായി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവമേ, ഇനിയിപ്പോൾ ഞാൻ ഇവളെ എന്ത് ചെയ്യും, എങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനായി നിൽക്കുമായിരിക്കട്ടെ സുധീഷ്. ഏതായാലും ഇപ്പോൾ ഈ കാര്യം നിധിയോട് പറയാൻ പാകമില്ലല്ലോ. ബൈക്കിൽ കയറിയ ഉടനെ തന്നെ എങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്രയും പറഞ്ഞ് സുധീഷ് ആണെങ്കിൽ നിധിയെ കൂട്ടിക്കൊണ്ട് ബൈക്കിൽ അവിടെ നിന്നങ്ങ് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.